യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ബുദ്ധിയെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകൾക്ക് അവിടുന്ന് പ്രകാശം നൽകണമേ. ലോക കാര്യങ്ങളിൽ വ്യഗ്രചിത്തമായിരിക്കുന്ന മനസ്സുകളെ അവിടുന്ന് ഇപ്പോൾ ശാന്തമാക്കണമേ. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന മനസ്സുകളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. അന്ധകാരത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ യേശുവേ അവിടുന്ന് ഇപ്പോൾ തൊട്ട് വിടുവിക്കണമേ. പിശാചിന്റെ പീഡയിലിരിക്കുന്നവരെ പിതാവേ, പുത്രൻ നാമത്തിൽ ഇപ്പോൾ അഴിച്ചുവിടണമേ. ഈ വചന ശുശ്രൂഷ അനേകർക്ക് അത്ഭുത വിടുതലിന്റെ അഭിഷേകമായി പിതാവെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ ദൈവമക്കൾക്ക് എതിരായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ കോട്ടകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സന്ധ്യാ പ്രാർത്ഥനയെക്കുറിച്ചാണ്, കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമല്ല, അവർക്ക് കുടുംബ പ്രാർത്ഥന ആത്മീയ ബന്ധനമായി മാറുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നിരവധി വ്യക്തികൾ അവരുടെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ദുഃഖകരമായ സത്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുറംതിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു വെളിപാടുണ്ട്. പല കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതും, കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന കുടുംബങ്ങളിൽ അത് ശരിയാവണ്ണം ചെയ്യാത്തതും ദൈവത്തിന് അനിഷ്ടകരമാകുന്നുവെന്നും അത് അവരുടെ ആത്മീയ ജീവിതത്തിലെ ഒരു ബന്ധനമായി തന്നെ രൂപാന്തരപ്പെടുന്നുവെന്നും എനിക്ക് ദൈവികമായൊരു ബോധ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തെക്കുറിച്ചാണ് തിരുവചന പ്രകാരം തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ശ്രവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ചിന്തയുണ്ട്. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയാലും കുഴപ്പമില്ല. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ ഒരാൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയില്ലെന്ന് വിചാരിച്ച്, ഞാൻ ഒരാൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടിയില്ലെന്ന് വിചാരിച്ച് എന്താണ് ദോഷം? മറ്റു ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, സന്ധ്യാപ്രാർത്ഥനയല്ലേ,